ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ നൂഡിൽസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ നൂഡിൽസ് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തു. അതിലാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബണ്ടിലും പിന്നെ അതിൻ്റെ ഹാഫ് പോർഷനോ നൂഡിൽസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലുമാണ്. ഓയിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രെയിനറിലൂടെ അരിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് വഴറ്റുക. വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു സവാളയുടെ പകുതി ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചത് അതിട്ട് കൊടുക്കാം. കൂടെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത് നീളത്തിലരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചേർത്തത് ക്യാരറ്റാണ്. ക്യാരറ്റും നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് കൂടി ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് ഓരോ വെജിറ്റബിൾസും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം ഒരു ക്യാപ്സികത്തിൻ്റെ പകുതി അതും നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. എല്ലാം നീളത്തിൽ വേണം അരിയാനായിട്ട്. സവാള മാത്രം ചതുര കഷ്ണങ്ങളാക്കി അരിയുക. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. പിന്നീട് നമ്മൾ ചേർക്കുന്നത് ചിക്കനാണ്. ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടി ചേർക്കുക. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ കൂട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നൂഡിൽസ് റെഡിയായി. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.